കർത്താവ് ഭവനം പണിയാതെ വന്ന നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയവൻ കാവൽ വെറുതെയാകും. ഈശോ മറിയം ഔസേപ്പേ ഈ വീടിന് തുണയാകണേ. എടാ എടാ ഒരു തേനീച്ചപോലെ സമയമായല്ലോ. എന്റെ തലയ്ക്ക് ചുറ്റും പറക്കുന്നു. ഒന്ന് പോ എന്റെ പൊന്നു തേനീച്ചേ. ഇത് പിച്ചിപ്പൂ പൂത്തു നിൽക്കുന്നതൊന്നുമല്ല, എന്റെ മുടി നരച്ചിരിക്കുന്നതാ. അങ്ങോട്ടെങ്ങാനും പറന്നു പോകാൻ. എടി തറേ, എടി തറേ, കാപ്പി ആയില്ലോടി. ഓന്റെ അമ്മച്ചി, ഈ അമ്മച്ചിയെ കൊണ്ട് ഞാൻ തോറ്റു. 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ തറേ പറയുന്നു വിളിക്കരുതെന്ന്. എന്റെ പേര് താകരൻ എന്നല്ലേ? ഈ വാലിക്കൊള്ളാത്ത പേരൊക്കെ പറയാൻ എനിക്കറിയത്തില്ലായേ. എങ്കിൽ പിന്നെ അമ്മച്ചി എന്നെ മോളേന്ന് വിളിച്ചേക്ക്. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആരാ? എടി പെണ്ണമ്മേ, ഇന്ന് രാവിലെ കൂടി നിന്റെ കാര്യം നിന്റെ മരുമോളോട് ചോദിച്ചതേ ഉള്ളൂ. എന്തിനാ അമ്മച്ചി? നിന്റെ കാര്യം കുര്യാക്കോസ് വിളിച്ചിട്ട് നടക്കാൻ മേലാന്ന് അവള് പറഞ്ഞല്ല. അതെന്നാ വർത്തമാനമാണ് അമ്മച്ചി? എടി ഞരമ്പ് കെട്ടുകിടന്ന് കിടക്കുന്ന അസുഖമാണെന്നാണ് അവള് പറഞ്ഞത്. എന്റെ പൊന്നു ചേട്ടത്തി, വേദമാണ് ഞാൻ പറഞ്ഞത്. എന്റെ കാവൽമാലാകന്മാരെ ഞാൻ പേടിച്ചു പോയി. ചേട്ടത്തി കാപ്പിയൊക്കെ കുടിച്ചോ? ആ കുടിച്ചു മോളെ. എന്റെ പണികളൊന്നും തീർന്നിട്ടില്ല. നിങ്ങൾ സംസാരിച്ചിരിക്കേ. പെണ്ണമ്മി, നിന്റെ കൊച്ചുമോള് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസത്തെ ട്രിപ്പിന് സ്കൂളിന്ന് തിരുവനന്തപുരത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇതിലെ പോകുന്നത് കണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ട്രിപ്പായിരുന്നു എന്നാണ് അമ്മച്ചി പറഞ്ഞത്. ആ അതിരിക്കട്ടെ, അമ്മച്ചി ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് അമ്മോണിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. എന്തു പറ്റി? ഓ ഒന്നുമില്ല, ഒരു ജലദോഷവും കുറുങ്ങലും. ആവി പിടിച്ചാ മതിയെന്ന് ഞാൻ പറഞ്ഞത്. ഇവര് കേൾക്കണ്ടേ? അവിടെ ചെന്നപ്പോ കുത്തിവെക്കാമെന്ന സിസ്റ്റർ വെച്ച് പറയുക, അമ്മച്ചി നാളെ രാവിലെ ഒരു ഡെലിപ്പുണ്ട്, ഒരുങ്ങിയിരിക്കണം. ഈ വയസ്സാം കാലത്ത് യാത്ര ചെയ്യാൻ വയ്യന്റെ പിള്ളേ. ഞാൻ വഴക്കുണ്ടാകാനോ തോന്നും. ഹോ, എന്റെ അമ്മച്ചി ഇപ്പോൾ അസുഖമെല്ലാം കുറഞ്ഞോ? എനിക്ക് വയസ്സ് 90 ആകുന്നു. ഇനി അസുഖങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരാം. എടാ സമയം. എന്താ പറഞ്ഞേ? സുഖല്ലേ? ഉടയതമ്പുരാന്റെ കൃപ കൊണ്ട് നന്നായി പോകുന്നു കുഞ്ഞെ. നീ എന്താ ഭാഗത്തുനിന്ന് നേരത്തെ പോകുന്നത്? പഠിക്കാനില്ലേ? അമ്മച്ചി, ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ലൂസിമോൾ ഫോൺ വിളിച്ചായിരുന്നു. ആണോ? എന്റെ സിസ്റ്ററും മോളി എന്നാ പറഞ്ഞു? അമ്മച്ചി, ലൂസിമോളുടെ കൂട്ടുകാരി സിസ്റ്റർ സോഫിയ മാറ്റി വന്നിട്ടുണ്ട്. അമ്മച്ചിയെ കാണാൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി മോറോദപ്പങ്ങളുടെ വീട്ടിൽ കയറി. അവരോട് നിങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഒറോദയുടെ മകൾ ആൻസമ്മ അമേരിക്കയിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ആ വന്നിട്ടുണ്ട് എഴുതി. അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ കാലും മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. ഞാനും വീട്ടിലോട്ട് പോവുക. നിങ്ങളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കാണാൻ സാധിച്ചത് സന്തോഷം. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. അങ്ങേർക്ക് ചോറ് കൊടുക്കണം. നിങ്ങൾ സംസാരിക്കുക.
അമ്മച്ചിയെ ഞാൻ വിരലുകൾ മടക്കി വരുമല്ലായിരുന്നു. പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം നിന്റെ UKG പഠിക്കുന്ന കൊച്ചുമോൻ ഔസേ കൂട്ടി ഇവിടെ വന്നപ്പോ പഠിപ്പിച്ചായിരുന്നു. അമ്മച്ചിനെ അവൻ എന്താ പഠിപ്പിച്ചത്? ഇംഗ്ലീഷ് വലുത് ABCD HIJ, ഇംഗ്ലീഷ് ചെറുത് ABCD ABCD. നിന്റെ വേഷം കൊള്ളാമല്ലോടി. എന്റെ ഭർത്താവേ, കത്തിയും പലാസവും. കൊച്ചെ, ഇനി വരുമ്പോ ഈ കുണ്ടാണ്ട എനിക്കും കൂടി വാങ്ങിച്ചോണ്ട് വരണേ. തട്ടി വീഴാതെ നടക്കാമല്ലോ. അമ്മച്ചിയെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചുമൊക്കെ സിസ്റ്റർ ലൂസി എപ്പോഴും പറയും. അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരെ വളർത്തി എന്ന് പറയാറുണ്ട്. ഇത് സിസ്റ്ററിന്റെ മൂത്ത ചേച്ചിയും മകളും ആണല്ലേ? അതെ സിസ്റ്ററെ. നിങ്ങളുടെ 4 മക്കളും വിദേശത്തല്ലേ? ആ അതെ സിസ്റ്ററെ. നിങ്ങൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല സിസ്റ്ററെ, അമ്മച്ചിയെ തിരിച്ചാക്കി ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. ഞങ്ങളെ കാണാൻ തോന്നുമ്പോ അവിടെ ഇങ്ങോട്ട് വരട്ടെ. എന്റെ മക്കളുടെ സ്നേഹവും പ്രാർത്ഥനയും ആണ് സിസ്റ്ററമ്മേ എന്റെ ബലം. ഇവളാണെങ്കിൽ എന്നെ തനിച്ചാക്കിയിട്ട് ഒരു രാത്രി പോലും സ്വന്തം വീട്ടിൽ പോയി അന്തി ഉറങ്ങിയിട്ടില്ല. എന്റെയും ഇവരുടെ അപ്പന്റെയും സഹോദരങ്ങളും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരെ സ്വീകരിക്കുന്നത്. ഇനി ഈ വീടിന്റെ താക്കോൽ മോൾക്കുള്ളതാണ്. അമ്മച്ചി മോളെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. അത് നോഹയുടെ പെട്ടകം പോലെയാണ്. എല്ലാത്തരം ആളുകളും കാണും. അവരെല്ലാം അയച്ചു കൊണ്ടുപോകാനുള്ള ശക്തിയും കഴിവും പരിശുദ്ധ അമ്മ മോൾക്ക് നൽകിയിട്ടുണ്ട്. വാർദ്ധക്യം ഒരു ശാപമല്ല. ഭൂമിയിൽ പിറന്ന എല്ലാവരെയും അത് തേടിയെത്തും. എന്നാൽ പുതിയ തലമുറ അത് ബോധപൂർവം വിസ്മരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് ഇന്ന് പെരുവിപ്പെട്ടിരിക്കുന്ന വൃദ്ധസദനങ്ങൾ. സ്വന്തം മാതാ